ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇവിടെ എല്ലാവരും എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ല എല്ലാവർക്കും? അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടിച്ച് വരാൻ നിൽക്കുകയാണ്. ചായ എടുക്കുക കഴിഞ്ഞത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഹോള് ഞാൻ അവിടെ അടിച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരു ക്യാമറ കണ്ടിട്ടേ ട്രൗസർ ഇട്ട് വന്ന് ഞാൻ കണ്ടിട്ട് എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ നനച്ചുള്ളിപ്പണിൻ്റെ ഒരു ഭാഗമാണ്. അല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരു ചെറിയൊരു ഭാഗം ഇപ്പോൾ ഇന്നെടുത്തു. പിന്നെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോവാണ്. മക്കൾ ലീവുള്ള ദിവസം എടുക്കാമെന്നൊക്കെ പറയും. പക്ഷെ മാറാല തട്ടൽ മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. അന്ന് പുറം ഭാഗം മൊത്തത്തിലാണ് മാറാലട്ടി. അകം പിന്നെ തട്ടിയതായിരുന്നു. എന്നിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നോമ്പിൻ്റെ തലേന്നൊക്കെ ആകുമ്പോഴത്തേനും ഒരു തട്ടലും കൂടി തട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബീഫ് കറി നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ബീഫും അപ്പൻ്റെ മോളവിടെ പുറത്ത് കളിക്കണോണ്ടിട്ട് അത് കാണുന്നുണ്ടെങ്കിലല്ലേ. അപ്പോൾ അങ്ങനെ ബീഫുള്ള ഉള്ളിയും കാര്യങ്ങളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചെടുത്തുകൊണ്ട് ജീരകവും ഇതൊക്കെ ഇട്ട് വാട്ടി, നല്ല സവാളയും പിന്നെ തക്കാളിയും എല്ലാ മസാലയൊക്കെ ഇട്ട് വാട്ടിയതിന് ശേഷം പിന്നെ വേവിച്ച് വെച്ച ബീഫിട്ട് വരട്ടി ഉണ്ടാക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ വീഡിയോസിന് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. കുറച്ച് വ്യൂസ് ഉള്ളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാണുന്ന ആൾക്കാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്കൊരു ഷെയറിനുള്ളൂ. അപ്പോൾ മോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉരുളക്കേക്ക് എന്താ കാണിച്ചതെന്നറിയോ? ഓള് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാട്ടോ പൊരിച്ചത്. അപ്പോൾ ഉമ്മച്ചിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിട്ട് കണ്ടത്. അപ്പോൾ ബീഫൊക്കെ ഞാനൊന്ന് ചട്ടിയിലാക്കിയൊന്ന് മൂടി വെച്ച് വന്നേക്ക് പുറത്തേക്കൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പം ഉണ്ട് ചെറിയ മോൾ നല്ല മണ്ണിൽ കളിക്കണം. ഐസ്ക്രീം ഉണ്ടാക്കാൻ ഉമ്മച്ചിയെന്നൊക്കെ പറഞ്ഞാണ്ട് പറയണം. മറ്റേത് ഏത് നേരം മക്കൾ താത്താരുണ്ടാവുമ്പോഴാണ് പുറത്തേക്ക് വിടുക അധികം. മറ്റേ കുറച്ച് നേരമൊക്കെ ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ അടുക്കളയിൽ പുറത്ത് നിർത്തുന്നല്ലാതെ മറ്റേ കുറച്ചൊക്കെ കാർട്ടൂൺ ഇട്ട് കൊടുക്കണം. കാരണം ഏത് നേരം കാർട്ടൂൺ കൊടുക്കാൻ നല്ലതല്ലല്ലോ വെച്ചിട്ട്. മറ്റേ നോക്കാൻ ആളില്ലാതാവുമ്പോൾ പിന്നെ അധികം അത് തന്നെ ഞാൻ ഒറ്റക്കാവുമ്പോൾ നിർത്തൽ. അപ്പം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു തന്നപ്പോൾ ബീഫ് കറി നെയ്ച്ചോറൊക്കെ ആയിട്ടാണ്. അപ്പോൾ ചോറ് കുളി എല്ലാ പണിയും കഴിഞ്ഞിട്ടാട്ടോ അപ്പോൾ ഈ ചോറൊക്കെ തിന്നാൻ നിൽക്കണേ. കുളി നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ചോറ് തിന്നാം കേട്ടോ. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. മീറ്റ് മസാല ഒക്കെ ഇട്ടിട്ടാവും. മീറ്റ് മസാല ഞാൻ കുറേ മുന്നേ വാങ്ങിയതായിരുന്നു. അപ്പോൾ അടുത്താണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറിൻ്റെ ചില ടൈമിൽ ഇങ്ങനെ കട്ട കുത്തണം. ഒന്ന് വിട്ടൊക്കെ വന്നിക്കണം. അപ്പം ഞാൻ മോളിനോട് പറഞ്ഞു നമുക്ക് നെയ്ച്ചോറിൻ്റെ മേലെ പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ മോൾ പറഞ്ഞു പായസം വേണ്ട ഉമ്മച്ചിയെ, നമുക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കസ്റ്റേർഡ് ഉണ്ടാക്കിയതാട്ടാ കഴിക്കണേ. കസ്റ്റേർഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പാലും കോൺഫ്ലവറും കുങ്കുമപ്പൂ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ പാലും പിന്നെ വാനില എസൻസ് പഞ്ചാരൊക്കെ ഇട്ടെല്ലാം കുറുക്കിയെടുത്താണ്. ഇന്ന് കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ കസ്റ്റേർഡൊക്കെ തിന്ന് കുറച്ചൊരു മയക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കോഫി ഉണ്ടാക്കിയതാട്ടത്. 2 രൂപേൻ്റെ കോഫി ഇല്ലേ? 2 രൂപേൻ്റെ നല്ല ടേസ്റ്റ് ആട്ടോ. ബ്രൂ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി ഇല്ല, നല്ല ടേസ്റ്റ്. ഒരു 4 പാക്കറ്റൊക്കെ 2 ഗ്ലാസ്, ഒരു 2.5 ഗ്ലാസ് പാലും കുറച്ച് വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയ അടിപൊളിയുടെ നല്ല കടുപ്പത്തിൽ നല്ല അടിപൊളി കോഫിയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചക്ക് തിന്നാനും തേക്കാത്തതുകൊണ്ട് പിന്നെ അന്ന് ചായക്ക് കടി ഉണ്ടാക്കിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. നല്ല അടിപൊളി കോഫി മാത്രം തന്നെ മതിയായിരുന്നു. മക്കൾക്കും വലിയ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് മാത്രം ഉണ്ടാക്കിയാണ്ട് കഴിക്കട്ടോ. പിന്നെ രാത്രി ചോറ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ചെറിയ 2 മക്കൾക്ക് ഉണ്ട് ചോറിൻ്റെ ബാക്കി. പിന്നെ ഞാനും മൂത്തോളും മൈദ കൊണ്ട് കട്ടിപ്പത്തിരി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.